എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കലാഭവൻ മണിയുടെ 9ാമത് ചരമവാർഷിക ദിനം മാർച്ച് 6. ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ചാലക്കുടിയിലെ കലാഗ്രഹത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കുവാനും ഈ ഒരു വീഡിയോ നിങ്ങളിൽ എത്തിക്കാനുമായിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. ധാരാളം ആളുകൾ മണിച്ചേട്ടൻ്റെ 9ാം ചരമവാർഷിക ദിനത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പും പലപ്പോഴായിട്ട് ഈ ചടങ്ങുകളുടെയൊക്കെ വീഡിയോ ചെയ്തിട്ടുമുണ്ട്. എല്ലാ വർഷവും മാർച്ച് 6 ആകുമ്പോഴത്തേന് മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു പതിവായി കഴിഞ്ഞു. മണിക്ക് രാമകൃഷ്ണനോടുള്ള ആത്മാർത്ഥമായ ബന്ധം എന്താണ്? അതിനെ ചോദ്യം ചെയ്യാൻ ആര് വന്നാലും എനിക്ക് ഇനി ഒരു ഭീഷണി വന്നാൽ എനിക്ക് ഇനിയും ഞാൻ പറയുന്നു. ഇവിടെ പിഷാരടിയും അതുപോലെ മറ്റു താരങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഇത്തവണത്തെ കലാഭവൻ മണി പുരസ്കാരം നേടിയിരിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായകനും ഗാനമേളകളിൽ കൂടെ ഒരുപാട് പേരുടെ മനം കവർന്ന ശ്രീ പന്തളം ബാലനാണ്. നമുക്കിവിടുത്തെ അനുസ്മരണ ചടങ്ങുകളൊന്ന് കാണാം. അതിനുശേഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്, ശവകുടീരത്തിൽ പോകുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പാടി, അദ്ദേഹം ദീർഘസമയവും ചെലവഴിച്ച സ്ഥലമാണ് പാടി എന്ന് പറയുന്നത്. പാടിയിലെ കാഴ്ചകളും നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ അനുസ്മരണ ചടങ്ങുകൾ, അതിനുശേഷം ബാക്കി കാഴ്ചകൾ ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും ചെയ്യുന്നത്. ഇന്ന് അനുസ്മരണ ചടങ്ങുകളുടെ വീഡിയോ മാത്രമാണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മണിക്കൂടാരത്തിലെ ശ്രീ കലാഭവൻ മണിയുടെ ആരാധകരായ കുറച്ചുപേർ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഡോക്ടർ RLV രാമകൃഷ്ണനെ പൊന്നാടയിൽ അണിയിച്ച് ആദരം സമർപ്പിക്കുന്നു. ഏവർക്കും നന്ദി. കുർബാനകൾ സദസ്സിലും കൂടിയിരിക്കുന്ന, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയവർ ഉൾപ്പെടെയുള്ള നാട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വിനയം നിറഞ്ഞ നമസ്കാരം. രാമകൃഷ്ണൻ എനിക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ സുദീർഘമായ സംസാരങ്ങൾക്ക് ഇവിടെ വലിയ പ്രസക്തിയുണ്ട് എന്ന് തോന്നുന്നില്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ആവർത്തിക്കുക എന്നതിനപ്പുറം പുതുതായി എന്തെങ്കിലും ഒരു പ്രസംഗത്തിൽ പറയുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ജോലിയാണ്. അത്രയധികം കേരള ജനതയെ, മലയാളികളെ സ്വാധീനിച്ച ഒരു കലാകാരൻ. ഇന്നത്തെ ഈ ഒരു ഡേറ്റിൽ ഇവിടെ മാത്രമല്ല, ഈ മാർച്ച് മാസമാകുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് വിളി വരും. ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് പേരോട് ഒരുപാട് പേര് ഈ പേരിൽ ചെയ്യാൻ പ്രേരക ശക്തിയായി മാറിയിരിക്കുന്നു അദ്ദേഹം എന്നുള്ളത് വലിയ അത്ഭുതമാണ്. ഇപ്പോഴും ഈ ഒരു 6 തീയതി നമ്മൾ വിളിക്കും, ഞങ്ങൾ മണിച്ചേട്ടൻ്റെ പേരിൽ വിവാഹങ്ങൾ നടത്തി കൊടുക്കുന്നു, ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നു, ഡ്രസ്സ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ പേരിൽ പല നല്ല കാര്യങ്ങളും ചെയ്യുന്ന ഒരു ദിവസമായി ഈ തീയതി മാറി. എങ്ങനെയാണ് ആളുകളിൽ നിന്ന് ഇത്രയും അധികം സ്നേഹം ഒരാൾക്ക് പിടിച്ചു പറ്റാനാവുക എന്നത് വളരെ കൗതുകത്തോടെ പലപ്പോഴും പല വേദിയുടെ വശങ്ങളിൽ നിന്നും സ്ക്രീനിലൂടെയും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഞാൻ നമ്മുടെ പരിപാടി പറഞ്ഞിട്ടുണ്ട്, എന്തിരൻ എന്ന് പറയുന്ന രജനീകാന്തിന്റെ ചിത്രത്തില് ഒരുപക്ഷെ അദ്ദേഹത്തിന് മുകളിൽ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും ഏറ്റവും കൂടുതൽ കൈയ്യടി കിട്ടിയത് സ്ക്രീനിൽ പെട്ടെന്ന് കലാഭവൻ മണിച്ചേട്ടൻ എൻ്റർ ചെയ്തപ്പോഴാണ്. ഒരു സാധാരണക്കാരനായ മനുഷ്യന് അസാധാരണമാം വിധം എങ്ങനെ വളരാമെന്നും അതിനുശേഷം അസാധാരണമാം വിധം എങ്ങനെ സാധാരണക്കാരനായി തുടരാമെന്നതിനുമുള്ളതിനൊരു മകുടോദാഹരണമാണ് കലാഭവൻ മണി എന്ന് പറയുന്ന അതുല്യനായ കലാകാരൻ. ഞാൻ പരിചയപ്പെടുന്ന കാലത്ത് അദ്ദേഹം ഒരു സ്റ്റാറാണ്. 90കളുടെ പകുതി തന്നെ അദ്ദേഹം സ്റ്റാറായി. അതിനുശേഷം അദ്ദേഹത്തിന്റെ വീടിനടുത്ത് ഈ പുഴവക്കത്ത് ഞാൻ സലീം കുമാറിന്റെ ട്രൂപ്പിൽ കളിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുന്ന അന്നാണ്. അന്നൊരു ആറ്റിങ്ങൽ ഭാഗത്തുള്ള ഒരു കുട്ടിയുടെ കണ്ണോപ്പറേഷന് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുകയും അതിനോടൊപ്പം നാട്ടുകാർക്ക് വേണ്ടി ഒരു പരിപാടി ചെയ്യുന്നു എന്ന് പറഞ്ഞ് സലീം കുമാറിന്റെ ട്രൂപ്പിനെ മണിച്ചേട്ടൻ വിളിച്ചു. ഞങ്ങൾ ആ ട്രൂപ്പിലെ അംഗങ്ങളായി ഇവിടെ വന്നു. അപ്പോൾ സലീമേട്ടൻ പറഞ്ഞു, നിങ്ങൾ അവരുടെ മണി ചിലപ്പോൾ ഞാൻ ആ ട്രൂപ്പിന്റെ മാനേജറാണ്, ഷോ കഴിയുമ്പോൾ അവൻ ചിലപ്പോൾ പൈസ തരും, ഞാൻ പൈസ മേടിക്കരുത്, പൈസ മേടിക്കാണ്ട് വരണം, അതൊരു ഫ്രീ ഷോയാണ്, നിങ്ങൾക്കുള്ള പൈസ ഞാൻ തരും എന്ന് സലീം കുമാറേട്ടൻ പറഞ്ഞു. ഞങ്ങളിവിടെ വന്നു. ഷോ കഴിഞ്ഞ് അദ്ദേഹം പൈസ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ പൈസ വേണ്ട, സലീമേട്ടൻ പ്രത്യേകം പറഞ്ഞു വിട്ടു. അദ്ദേഹം പറഞ്ഞിട്ട് കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് പൈസ തരാം, എനിക്ക് നിങ്ങൾ പോയിട്ട് മേടിച്ചില്ല എന്ന് സലീം കുമാറിനോട് പറഞ്ഞു. അപ്പോൾ സലീം കുമാറിന്റെ പൈസയും കിട്ടും, എൻ്റെ പൈസയും കിട്ടും, നിങ്ങൾക്ക് 2 പൈസ കിട്ടൂലേ?
സുഖമായിട്ട് ഉപയോഗിച്ചോളാൻ പറഞ്ഞു. ഞങ്ങള് ചെയ്തില്ലെങ്കിലും അദ്ദേഹം വളരെ നിർബന്ധിച്ച് കുറച്ച് പൈസ എല്ലാവരെയും കെട്ടി ഏൽപ്പിച്ച് വിടുന്ന രീതിയിൽ കലയെയും കലാകാരന്മാരെയൊക്കെ അദ്ദേഹം സ്നേഹിച്ചു. അതിനുശേഷം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും അതിനുശേഷവും ഒക്കെ ഇത്രയധികം ഞാൻ പലപ്പോഴും പറയാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പേരിൽ നടന്നിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും എല്ലാം. സാധാരണക്കാരന്റെ പ്രതിനിധിയായി നമ്മുടെ മലയാള സിനിമയുടെ ക്യാമറയെ ഒരുപക്ഷെ ഇന്നോളം ക്യാമറ തിരിച്ചു വെച്ചിട്ടില്ലാത്ത ഭൂപ്രദേശങ്ങളിലേക്കും വ്യക്തികളിലേക്കും എല്ലാം കഥകളായി കടന്നു ചെല്ലുന്നതിന് വേണ്ടി അദ്ദേഹം കാരണമായിട്ടുണ്ട്. രാമകൃഷ്ണൻ പറഞ്ഞ പല തലക്കെട്ടുകൾ അദ്ദേഹം MG രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അതുല്യനായ സംഗീത സംവിധായകൻ ചോദിച്ചു, പാട്ട് പാടാൻ പഠിച്ചിട്ടില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഓർക്കസ്ട്രയുമായിട്ട് ഇത്ര സിങ്ക് ആയിട്ട് പാട്ട് പാടുന്നത്? പാട്ടുകാരനാണോ? അദ്ദേഹം കരളഞ്ഞൊരു പാട്ടുകാരനാണ്. ഡാൻസോ ഫയർ ഡാൻസോ പരിപാടികളൊക്കെ കളിക്കണോ? അദ്ദേഹം അത് ചെയ്യുമായിരുന്നു. അഭിനയത്തിൽ ഇനി വില്ലൻ വേണോ, കോമഡി വേണോ, ക്യാരക്ടർ വേഷങ്ങൾ വേണോ, അത് അദ്ദേഹം ചെയ്യുമായിരുന്നു. പക്ഷെ ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് രാമകൃഷ്ണൻ പറഞ്ഞൊരു വരി ഞാൻ എടുക്കുകയാണ്. ഇതിനൊക്കെ അപ്പുറത്ത് എപ്പോഴും മണിച്ചേട്ടൻ എന്ന മനുഷ്യൻ വളരെ ജനങ്ങളെ സ്നേഹിക്കുന്ന, നമ്മളെല്ലാം ഞങ്ങളൊക്കെ കലാരംഗത്ത് വരുന്ന സമയത്ത് കാണാനും ഇഷ്ടപ്പെടാനും ഒപ്പം നടക്കാനും ഒരു പ്രോട്ടോകോൾ നോക്കാതെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കാനും കൂടെ വന്നവരെയൊക്കെ സംരക്ഷിച്ചു പിടിക്കാനും ഒക്കെ വലിയ തോതിൽ മനസ്സ് കാണിക്കുന്ന ഒരു കലാകാരൻ. ചില സ്റ്റേജുകളിലൊക്കെ എങ്ങനെയാണ് ഒരാൾ ഇങ്ങനെ കൺവെൻഷൻ നടത്തുന്ന പോലെ ആളുകളെ നിയന്ത്രിച്ച് കൊണ്ടു നടക്കുന്നത് എന്ന് വലിയ അത്ഭുതത്തോടെ നോക്കി നിന്നൊരു കലാകാരൻ. അദ്ദേഹത്തിന്റെ വേർപാട്, നമ്മൾ ഓരോ മനുഷ്യരും ഈ ലോകത്ത് യുണീക്കാണ്. ഓരോരുത്തരുടെയും വേർപാട് അതാത് പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം പകരം വെക്കാനില്ലാത്തതാണ്. പക്ഷേ ഈ മണിച്ചേട്ടനെ പോലെയുള്ള ചില ആളുകളുടെ ഉടനെയുള്ള വിയോഗം ഉണ്ടാക്കുന്ന വിടവ് കാലങ്ങൾക്കപ്പുറം നികത്താൻ പറ്റാത്തതാണ്. അതിങ്ങനെ അവിടെ നിൽക്കും. ഇപ്പോഴും അദ്ദേഹം ഒരു 2000 തൊട്ട് ഈ ദിവസം വരെ 2025 വരെ ഞാൻ എത്ര സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുണ്ടോ അതിന്റെ 99.9% വേദികളിലും ഇദ്ദേഹത്തിന്റെ ഒരു പാട്ടെങ്കിലും ഇല്ലാതെ ഒരു സ്റ്റേജ് ഷോ ഇന്നും കേരളത്തിൽ കടന്നു പോകുന്നില്ല എന്നുള്ളത് അത്ഭുതമാണ്. ഇതേ കയ്യടികൾ അദ്ദേഹത്തിന്റെ പേര് അനൗൺസ് ചെയ്യുമ്പോൾ ഇപ്പോഴും കിട്ടുന്നു എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. അത്തരത്തിലൊരു അത്ഭുതമായ ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മകളാണ് നമ്മൾ ഓരോരുത്തരും ഇനി ഇവിടെ പറയുന്നതും പങ്കുവയ്ക്കുന്നതുമെല്ലാം. ഇനി ഞാൻ പറഞ്ഞ ഒരുപാട് പേര് അദ്ദേഹത്തോടൊപ്പം, അദ്ദേഹത്തിന്റെ ഒരു സ്ട്രഗിളിംഗ് പീരീഡ് തൊട്ടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ഞാൻ സംസാരിക്കുന്നില്ല. ഈ ചടങ്ങിലേക്ക് ഇവിടെയും പല നല്ല കാര്യങ്ങൾ സംഭവിക്കും, നല്ല കാര്യങ്ങൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നെനിക്ക് ബോധ്യമുണ്ട്. അതിലേക്ക് എന്നെ പരിഗണിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് രാമകൃഷ്ണൻ, അദ്ദേഹത്തോടുള്ള നന്ദി പറയുന്നു. അദ്ദേഹമൊക്കെ ഇതിപ്പോഴും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന രീതി ഇങ്ങനെ കൊണ്ട് നടക്കുന്നതും വലിയ കൗതുകത്തോടെ സ്നേഹത്തോടെ കാണുന്നു. തുടർന്നും ഇത്തരത്തിലുള്ള എന്ത് കാര്യത്തിലും സമീപിക്കാവുന്നതാണ്, വരാവുന്നതാണ് എന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഈ ഒരു അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തതായി വാക്കുകളെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, മണിച്ചേട്ടനോടൊപ്പം ഒരു ചിത്രത്തിൽ അഭിനയിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്കൊരു സിനിമയിലേക്കൊരു ഓഫർ വന്നിരുന്നു. അദ്ദേഹം കഥ പറഞ്ഞു, ഞങ്ങളുടെ ജീവിതകഥയുമായി ബന്ധപ്പെട്ടതായിരുന്നു. അപ്പം അദ്ദേഹത്തോട് ഞാൻ ഒരു വാക്ക് പറഞ്ഞുള്ളൂ, അതിൽ എൻ്റെ സഹോദരനായിട്ട് അഭിനയിക്കേണ്ടത് ശ്രീ പ്രമോദ് റെഡിയാളായിരിക്കും. ശ്രീ തുഷാരൻ, വേദിയിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഗാനരചയിതാവ് ശ്രീ രാജീവ് ആലിംഗൽ, എൻ്റെ പ്രിയപ്പെട്ട അനിയനും ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ചയിൽ സംഗീത നാടക അക്കാദമിയുടെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് നേടിയ പ്രിയപ്പെട്ട ശ്രീ പ്രമോദ് കുടിയനാണ് മറ്റ് എൻ്റെ പ്രിയപ്പെട്ട അനിയൻ. എന്നെ എപ്പോഴും വിളിക്കുകയും ഞാൻ ഏറെ ചേർത്ത് നിർത്തുന്ന കലാഭവൻ മണിയുടെ പ്രിയപ്പെട്ട അനിയൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രാമകൃഷ്ണൻ. സ്ട്രഗിളിങ്ങിന്റെ വർഷമായി 2024. ഇപ്പൊ 2025 ആയപ്പോഴത്തോ പിന്നെ രാജീവേട്ടൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഗ്രാഫ് മാറി. അപ്പൊ എല്ലാവർക്കും ഒരു സമയമുണ്ട്. നിറഞ്ഞ ഒരു കയ്യടി ഈ പ്രിയപ്പെട്ട അനിയൻ കൊടുക്കണം. RV രാമകൃഷ്ണൻ എന്ന അതുല്യ കലാകാരൻ. അദ്ദേഹത്തിനെ കവച്ചു വയ്ക്കാൻ മറ്റൊരു ഡാൻസർ കേരളത്തിലുണ്ടോ എന്ന് പരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അതിന്റെ വിജയങ്ങളാണ് അദ്ദേഹം നേടിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം സാധാരണ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രതിഭകളൊക്കെ മരണപ്പെടുകയും സാഹിത്യകാരന്മാർ മരണപ്പെട്ടു, സിനിമാ താരങ്ങൾ മരണപ്പെട്ടു, രാഷ്ട്രീയക്കാരൻ മരണപ്പെട്ടു. ആരെങ്കിലും ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം മാത്രമാണ് അതവരുടെ അനുസ്മരണം. സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന വലിയ സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ സ്മരണ എവിടെങ്കിലും കേൾക്കുന്നുണ്ട്. ബാലഭാസ്കർ ആദ്യത്തെ ഒരു 3 വർഷം എല്ലാവരും ഓർക്കും, പക്ഷെ ഇപ്പോൾ ആരും ഓർക്കുന്നില്ല. പക്ഷെ കലാഭവൻ മണി അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ
സാധാരണക്കാരന്റെ ഇല്ലായ്മയിൽ നിന്ന് വളർന്നു കയറി കൊടുമുടികളിലെത്തി പെട്ടെന്ന് അസ്തമിച്ചു പോയ പ്രിയപ്പെട്ട മണിയുടെ ആ നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട രാമകൃഷ്ണൻ മണിയും എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. എനിക്ക് 90-92 കാലഘട്ടത്തിൽ പന്തളത്ത് NSS കോളേജ് ഗ്രൗണ്ടിൽ ഒരു ഗാനമേള ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ കാണുമ്പോഴൊക്കെ രാമകൃഷ്ണൻ പറയും, മണിയും പറയുമായിരുന്നു, അന്ന് പന്തളം ബാലഞ്ചേട്ടൻ ഒരുപാട് ഗാനമേള നടത്തിക്കുന്നുണ്ട്. ഇവര് ഫീൽഡിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയും ബാലഞ്ചേട്ടന്റെ ഗാനമേള കേൾക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അന്ന് കാശില്ലായിരുന്നു, ഭക്ഷണം കഴിക്കാൻ കാശില്ലാത്തത് പന്തളം കോളേജ് ഗ്രൗണ്ടിൽ 12 മണിയായി ഗാനമേള. അപ്പൊ അവർക്ക് തിരിച്ച് ചാലക്കുടിക്ക് എത്തണം, പക്ഷെ കേട്ടിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ് വയറ് വടക്കി കിടക്കാൻ വേണ്ടി ഇങ്ങനെ കമന്ന് കിടന്നതാണ്. അപ്പൊ അങ്ങനെ കേട്ട് പിന്നീട് പിൽക്കാലത്ത് ഒരുക്കിയ തിരുവനന്തപുരത്ത് കണ്ട് പരിചയപ്പെട്ടു. അതിപ്പോഴും എക്കാലത്തും എന്നെ ചേർത്ത് നിർത്തിയ സ്നേഹം തന്ന പ്രിയപ്പെട്ട ഈ 2 സഹോദരങ്ങൾ, അവരുടെ പേരിലുള്ള, പ്രിയപ്പെട്ട മണിയുടെ പേരിലുള്ള ഒരു അവാർഡ് എനിക്ക് ലഭിച്ചതിൽ രാജീവ് ആരെങ്കിൽ പറഞ്ഞതുപോലെ എത്ര മാറ്റി നിർത്തിയാലും ചേർത്ത് നിർത്താൻ ആരെങ്കിലും ഉണ്ടായിരിക്കും എന്നുള്ളതിന്റെ വലിയ തെളിവാണ് ഈ അവാർഡ്. എന്നെ സംബന്ധിച്ചിടത്തോളം 40 വർഷമായി, അവതാരക പറഞ്ഞത് തെറ്റാണ്, 30 വർഷമല്ല, 40 വർഷമായിട്ട് 10,000-ത്തിലധികം വേദികൾ പാടിയ ഒരാളാണ് ഞാൻ. എനിക്ക് അത് ഇൻഫർമേഷന്റെ പ്രശ്നമാണ്. കാരണം ഒരു 100 എന്ന് പറയുന്നത് 1000 പറയുന്നതും 10,000 എന്ന് പറയുന്നത് വലിയ വ്യത്യാസമാണ്. 1000 കുറയുമ്പോൾ അല്ലെങ്കിൽ 2000 കുറയുമ്പോൾ അതിന്റെ വ്യാപ്തി വളരെ കുറവാണ്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു മിസ്റ്റേക്കാണ്, ഞാൻ തിരുത്തുകയാണ്. അതുപോലെ രാജീവേട്ടൻ പറഞ്ഞാൽ അവാർഡ് ദാനമല്ല അവാർഡ് സമർപ്പണമാണ്. അപ്പൊ തീർച്ചയായിട്ടും അവാർഡ് അവര് സമർപ്പിച്ചപ്പോൾ ഞാൻ വാങ്ങി, അതൊരു ദാനമായിട്ട് കരുതരുത്, അതൊരു അംഗീകാരമായിട്ട് കരുതി ഞാൻ ആ അവാർഡിനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടെ ഞങ്ങൾ എഴുതുമ്പോൾ തന്നെ എത്ര വണ്ടികളാണ് ഇതിലെ പാടിയിലേക്കും മണിയുടെ ശവകുടീരത്തിലേക്കും പോയിരിക്കുന്നത്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇന്ന് നടക്കുന്ന ഈ അനുസ്മരണ പരിപാടികൾ ഒരു മനുഷ്യനും കിട്ടാതെ, രാജീവേട്ടൻ പറഞ്ഞായിരുന്നു നമുക്ക് നേരത്തെ മരണപ്പെട്ടാൽ ചിലപ്പോൾ ഇതുപോലെ കിട്ടുകയെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനൊന്നും കിട്ടത്തില്ല. മനുഷ്യന്റെ ചുരുങ്ങിയ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് പിന്നീട് ഓരോരുത്തരെയും ഓർക്കുന്നത്. നമുക്ക് മാത്രം പണം, എനിക്ക് മാത്രം പണം മതി എന്ന് ജീവിക്കുന്ന എത്ര പേരുണ്ട് സമൂഹത്തിൽ. ഒരുപാട് പണമുണ്ടെങ്കിൽ 10 കോടി രൂപ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഗുരുവായൂരപ്പന് കൊടുക്കുന്ന ഒരുപാട് പേരില്ലേ ഇവിടെ. അന്നേരം വെച്ച് ഒരു വീടില്ലാത്ത ഒരു വീട് വെച്ചു കൊടുക്കാനോ ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുക്കാനോ കാണിക്കാത്ത മനസ്സുള്ള വൃത്തികെട്ട ആൾക്കാർ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മണിയുടെ പ്രസക്തി വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്മരണ ഇന്ന് നിലനിൽക്കുന്നത്. എത്ര പട്ടിണിയായാലും, എത്ര സ്ട്രഗിളിംഗ് ആയാലും, എത്ര പ്രശ്നങ്ങളായാലും ഒരു തമാശ കേട്ടാൽ ചിരിക്കാൻ സാധിക്കാത്ത ഒരു മനുഷ്യനെ നമുക്ക് സന്യാസിനി എന്ന് പാടുമ്പോഴത്തേക്ക് സന്യാസിനി ഒന്നും ഇവിടെ ഉണ്ട്. ഏത് സന്യാസിനി എന്ന് പറയുന്നവർ ഇപ്പോഴും ഉണ്ട്. പണ്ട് യേശുദാസ് കല്യാണം കഴിക്കാൻ പോയപ്പോൾ ചോദിച്ചെന്നാ പറഞ്ഞത്, എന്നാലും യേശുദാസിന് ഒരു സർക്കാർ ജോലി ഇല്ലല്ലോ. എന്തിന് സർക്കാർ ജോലി ഉണ്ടെങ്കിലേ പെണ്ണ് കിട്ടാവുന്നുള്ളത്. ഇപ്പൊ കലാകാരന്മാർക്ക് അങ്ങനൊന്നുമില്ല. കലാകാരന്മാർക്ക് നല്ല വിദ്യാഭ്യാസവും വിവേകവുമുള്ളവരാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഇവിടെ ഈ ഒരു 10 ലക്ഷം രൂപയുടെ കാര്യം അദ്ദേഹം പറഞ്ഞത്. എന്റെ ജീവിതത്തിൽ എനിക്ക് 10 ലക്ഷം രൂപ വാങ്ങിക്കാൻ പറ്റത്തില്ല. യേശുദാസിന് വരുന്നത് എനിക്ക് ഇങ്ങനെ വരുന്നത് അതല്ലല്ലോ പാട്ട്. നിങ്ങൾ കേട്ടായിരുന്നോ? അതല്ല പാട്ട്. അതും ആളുകൾ വ്യത്യാസം നോക്കിയായിട്ട് മനുഷ്യൻ സംഗീതം കേട്ടാൽ പിടിച്ചിരുത്താൻ സാധിക്കണം. കാരണം ലഹരി ഉപയോഗിക്കുന്ന എല്ലാവരും ഇന്നത്തെ തലമുറ എന്താണോ എന്തോ ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഈ ജനസമൂഹം മൊത്തം കലാഭവൻ മണി എന്ന അതുല്യ ഗായകന്റെ, നടന്റെ, സ്വഭാവ നടന്റെ, വില്ലന്റെ എല്ലാ വേഷങ്ങളിലും, പ്രത്യേകിച്ച് നാടൻ പാട്ടുകൾ. ഇന്നൊരു നാടൻ പാട്ട് അല്ലെങ്കിൽ കലാഭവൻ മണി ഇല്ലാത്തൊരു വേദിയെ തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇവിടെ ബാൻഡ് എന്ന് പറഞ്ഞാൽ അവസാനം മണിയുടെ പാട്ടിലാണ് തീരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ തീരുന്നത്? ജനങ്ങൾക്ക് എന്ന് മതി. എന്റെ മക്കളൊക്കെ ബാൻഡിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ 2ാമത്തെ പാട്ട് ഓൺ കോമസ് ആണ്. അവിടെ സ്വന്തം പാട്ടുകൾ പാടിയപ്പോൾ അവിടെ വന്ന് 2ാമത്തെ പാട്ട് മണിയുടെ പാട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? ഇപ്പോഴും മരിച്ച 9 വർഷമായിട്ടും അദ്ദേഹത്തിന്റെ സ്മരണ ഇപ്പോഴും അതുപോലെ നിലനിർത്താൻ കഴിയുന്നെങ്കിൽ അദ്ദേഹം ചെയ്ത, സമൂഹത്തിന് വേണ്ടി ചെയ്ത
കുടുംബത്തിന് വേണ്ടി ചെയ്ത നന്മകളുടെ ഭാഗമായിട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ അവാർഡ് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പ്രതീക്ഷയോടെ ജീവിക്കുന്നതെന്ന് ഞാൻ. കറുപ്പന്റെ പേരിലോ കറുപ്പ് എന്താണെന്നും അനുഭവിച്ച ഒരാളാണ് ഞാൻ. മതമെന്താണെന്നും മതമില്ലാത്ത ഒരു ഇന്ത്യയെ പറ്റി ഞാൻ ചിന്തിക്കുന്നത്. മതമില്ലാത്ത മനുഷ്യത്വത്തോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തെ പറ്റിയാണ് ജീവിക്കുന്നത്. ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവൻ, സിഖും ഒരമ്മ പെറ്റ മക്കളാണ്. നമ്മുടെ സിരകളിലൊക്കെ ഓടുന്ന ചുവന്ന രക്തമാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പച്ച കുഞ്ഞായിട്ട് ജനിക്കുന്നില്ല, അതിലേക്ക് ജാതി മതമൊക്കെ അടിച്ചേൽപ്പിച്ച് ആ കുഞ്ഞിനെ ഒരു വർഗീയവാദിയാക്കി മാറ്റുന്ന ഈ കാലഘട്ടത്തിൽ മതമില്ലാത്ത ഒരു ഇന്ത്യയാണ് ലക്ഷ്യം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സ്മരണകൾ നിലനിർത്തുവാൻ വേണ്ടി ഇനിയും ഇത്തരത്തിലുള്ള എല്ലാ പരിപാടികൾക്കും കടന്നുപോയ ഒരാൾ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്ന് തോന്നുന്ന വൈകാരികമായ ഒരു ആനന്ദവും അനുഭൂതിയും ഇത്രമേൽ സന്നിവേശിപ്പിക്കുന്ന ഒരു ചടങ്ങ് ഒരുപക്ഷെ ലോകത്തൊരിടത്തും സംഘടിപ്പിക്കാൻ കഴിയില്ല. അത്രയേറെ നിഷ്കളങ്കമാണ് ഈ ചടങ്ങ്. ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടി എന്നുള്ളത് വല്ലാത്ത ഭാഗ്യമാണ്. ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാ സംഘാടകരോടും നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയുടെ ആത്മാവിന് മുമ്പിൽ നമസ്കരിക്കുന്നു. പങ്കെടുത്ത എല്ലാവരോടും കൂടി ഒരു അറിയിപ്പായി പറയുകയാണ്. നമ്മുടെ യോഗം അനുസ്മരണ ചടങ്ങ് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ചേട്ടൻ്റെ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത ആളുകളുമായി പങ്കിട്ടതിൽ വളരെയധികം സന്തോഷം. ഈ യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചുമല